ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈവനിങ് വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഇറങ്ങിയാണ്. ഇതൊരു സാറ്റർഡേ ആണ്. ഇപ്പോൾ വണ്ടി കൂടുതലും വീക്കെൻഡ് മാത്രമേ എടുക്കാറുള്ളൂ. 3 ടൺ വീക്കെൻഡ് എടുത്ത് നമ്മളിങ്ങനെ ചെറിയ റൈഡോ ഒക്കെ ആയിട്ട് പോവാണ്. ലോങ്ങൊന്നും അങ്ങനെ ലാസ്റ്റ് ഒരു 2 വീക്കായതേ ഉള്ളൂ ഗോവ പോയിട്ട്. അപ്പം അങ്ങനെ ഈവനിങ് വെറുതെ ഇറങ്ങിയാണ്. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും കീപ്പ് ചെയ്തിട്ടില്ല. വണ്ടി കൊണ്ടൊന്ന് കറങ്ങണം, അത്രയേ ഉള്ളൂ മനസ്സിൽ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എയർപോർട്ട് റോഡെങ്കിലും നൈറ്റൊക്കെ പോകാൻ അടിപൊളിയാണ്. ഇവിടെ എങ്ങനത്തെ സ്പോട്ട് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുവാണ്. ഉണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഒരു ഹൈവേ അടക്കുമ്പോൾ അത് വഴി ഒന്ന് ഓടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് സുഖമാണ്. ഇത് ആക്ച്വലി പൂനെ ഹൈവേ ആണ്. അതായത് ഇപ്പം ബാംഗ്ലൂർ പൂനെയൊക്കെ പോകുന്ന ഹൈവേ ആണ്. അപ്പം എന്നോട് ഒരു പുള്ളിക്ക് കാറാണുള്ളത്. പുള്ളി പറഞ്ഞു ഈ റൂട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ നൈസാണെന്ന്. അപ്പം കാർ ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ബൈക്കിന് എങ്ങനെയാണെന്ന് അറിയില്ല, ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും പുള്ളി പറഞ്ഞു നല്ല റൂട്ടാണ്, നല്ല റോഡാണ്. കുറച്ചിടത്ത് പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ നല്ല റൂട്ടാണെന്നാണ് പുള്ളിയുടെ ഒരു അഭിപ്രായം. അപ്പോൾ പിന്നെ ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. ഇതിപ്പം ഈവനിങ് ഒരു 5:30 ആവുന്നു. ശരിക്കും പറഞ്ഞാൽ വെയിലുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ വെയിലല്ല. അതായത് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു പ്രകാശം ഇങ്ങനെ അടിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല ലൈറ്റിങ് ഭയങ്കര പ്രകാശത്തിൽ അടിക്കുന്നുണ്ട്. ചൂടില്ല. അതായത് ഓൾമോസ്റ്റ് ഇനി 1 മണിക്കൂർ ആകുമ്പോഴത്തേന് സൺസെറ്റ് ആകുമായിരിക്കും. 5:30 ആയി. ഈ റോഡ് ആക്ച്വലി രസമുണ്ട് കേട്ടോ. വീതിയൊക്കെ ഉണ്ട്, പറപ്പിക്കുകയൊക്കെ ചെയ്യാം, ട്രാഫിക് ഉണ്ട്. പക്ഷെ അല്ലാതെ ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ കുറച്ചിടത്തൊക്കെ പണി നടക്കുന്നുണ്ട് മുമ്പേ കണ്ട പോലെ. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് വരുവാണ്. അല്ലാതെ പക്ഷേ കുഴപ്പമില്ല. എന്നാലും നമ്മൾ പക്കാ ലെവലിൻ്റെ റോഡൊന്നും അല്ലെങ്കിലും നല്ല രസമുണ്ട്. 2 സൈഡ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടേ ഒരു പ്രത്യേക വൈബുള്ള റോഡാണ്. കണ്ടില്ലേ, കുറച്ച് ഭാഗത്ത് ഇങ്ങനെ റോഡ് പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. റോഡിന് വീതി കൂട്ടുവാണ് ആക്ച്വലി. അതിൻ്റെ ഒരു പ്രശ്നമുണ്ടില്ല. ഒന്നൊന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ല റോഡാണ്. ഇനി ഇതുകൊണ്ട് നല്ല രീതിയിലാണ് അവന്മാർ പണിഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ഇതിനാണെങ്കിൽ മിക്കവാറും ഒരു ടോളും കൊണ്ട് വെക്കും. പക്ഷേ ഈ റൂട്ട് ഷെല്ലില്ല. ഞാനത് നോക്കിയായിരുന്നു. ഷെല്ലുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന്
വണ്ടിക്ക് പെട്രോളും ഫില്ല് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം. ഷെല്ല് പക്ഷേ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് വന്ന റൂട്ടുണ്ട്, ഇത് പൂനെ റൂട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ഈ റൂട്ട് ഷെല്ലൊന്നും കിടപ്പില്ല, അതായത് അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി ദൂരെ പോകണമായിരിക്കും. നമ്മൾ നോക്കിയ ഒരു കുറച്ച് കിലോമീറ്റർ ദൂരത്തേക്കില്ല. നമ്മളൊരു റിവറിന് അക്രോസ് പോവാണ്. ഇവിടെ ഡ്രോൺ ഷോട്ടൊക്കെ ആണെങ്കിൽ എടുക്കാൻ അടിപൊളിയായിരിക്കും. കാരണം നല്ല വീതിയിൽ ഇങ്ങനെ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, കണ്ടില്ലേ? അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പുഴ. ഇതെല്ലാം നല്ല എലിവേറ്റഡ് ആയിട്ട് ഇത്രയും ഈ റോഡ് മൊത്തം എലിവേറ്റഡ് ആയിട്ടാണ്, അതായത് ഉയർത്തി ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കി എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഹൈവേ. സൺസെറ്റ് ആവുന്നേ ഉള്ളൂ. ഇവിടുന്ന് ആ മൊത്തത്തിലുള്ള വ്യൂ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്, പക്ഷെ ഇവിടെ നിന്ന് നിർത്താനൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ ഒന്ന് നിർത്തി കാണിക്കാറുണ്ട്. വാ, നിങ്ങൾക്കറിയാം ഇതാണ് വണ്ടി, വലിയ മാറ്റമൊന്നുമില്ല. ഞാനിപ്പോഴും വണ്ടി സ്റ്റോക്കായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഒന്നും ഇതിനകത്ത് അങ്ങനെ മാറ്റിയിട്ടില്ല ഞാൻ. ഇപ്പോൾ ഞാൻ പറയില്ല, കമ്പനി തരാത്തതായിട്ടുള്ളത് മറ്റേ ചെയിനും സ്പ്രോക്കറ്റ് സെറ്റ് മാത്രമേ ഉള്ളൂ. ത്രീ ടൺ ഓണേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോൾ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റോൾ ഓണിൻ്റെ ചെയിൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് മറ്റേ ബ്രാസ് കോട്ടഡ് ചെയിൻ സൂപ്പറാണ്, നല്ല ലൈഫുണ്ട്. അതുപോലെ അങ്ങനെ പെട്ടെന്നൊന്നും നമ്മളങ്ങനെ അത് മറ്റേ അൺഈവൻനെസ് ഒന്നും പെട്ടെന്നൊന്നും വരത്തില്ല. നോർമൽ ചെയിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലൈഫും കുറച്ചുകൂടെ മെയിൻ്റനൻസ് ഫ്രീയും ഒക്കെയാണ് ബ്രാസ് കോട്ടഡ്. അതും കമ്പനി സ്റ്റോക്ക് വരുന്ന ബ്രാസ് കോട്ടഡിന്, കമ്പനി തരുന്ന ബ്രാസ് കോട്ടഡിന് 10,000-7,000 രൂപയ്ക്കുള്ളാവും. ഇത് ഓൾമോസ്റ്റ് 5K ബിലോ 5K അറൗണ്ടേ ഉള്ളൂ. ഇപ്പോൾ മാറിയിട്ട് തന്നെ കുറേ ആയി. താഴെ മറ്റേ ഒരു കൊട്ടവഞ്ചി പോലൊരു സാധനത്തില്ലാണ്ട് മീൻ പിടിക്കാൻ ആൾക്കാർ വന്ന് വലയിട്ട് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ലോറിക്കാരൊക്കെ ഇടിച്ച് തെറിപ്പിക്കായിരിക്കും. അതേപോലെ എൻഡോർക്ക് ഇപ്പം എത്ര ഒരു 400 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബസ് സർവീസുകൂടെ കഴിയണം, എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പെർഫോമൻസൊക്കെ നോക്കാം. ആക്ച്വലി മൈലേജ് ഇപ്പോൾ 30-35 അറൗണ്ട് ആണ് എനിക്ക് കിട്ടുന്നത്. അതും ഒരു ആവറേജ് കാൽക്കുലേഷനെ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. കാരണം സിറ്റിയിലായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തീരാറാകുമ്പോൾ ഓർക്കാതെ പോയി പെട്രോൾ അടിക്കും, പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ മറന്നു ശരിക്കും. ആക്ച്വലി അതൊരു 30-35 അറൗണ്ടാണ്. ഞാൻ ഫുൾ ടാങ്കിൻ്റെ മിക്കവാറും ഫുൾ ടാങ്കാണ് പെട്രോൾ അടിക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് തീരാറാവുന്ന സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ റേഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. വേരിയേഷൻ കാണും. നേരെ വിട്ടാൽ മുമ്പേ എത്തും.
ഏതായാലും 6 മണി ആവുന്നു. അതായത് 5 മിനിറ്റോടെ കഴിയുമ്പോൾ 6 മണിയാവും. അപ്പോൾ പതിയെ അങ്ങ് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനാണ്. ഒന്നാമത് ഈ ടിൻഡഡ് വൈസർ ആയതുകൊണ്ടേ കണ്ണ് കാണാനൊക്കെ ഇല്ല. നമ്മളങ്ങനെ യൂട്ടേൺ എടുത്ത് തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് പോകാൻ തിരിച്ച്. എന്തോ ഇത്? നമ്മൾ ഫ്യൂവൽ നിറയ്ക്കുന്ന പെട്രോൾ പമ്പിലെ സാധനമാണോ? എനിക്കറിയില്ല. ഐ മീൻ പെട്രോൾ പമ്പുകളിൽ ഇങ്ങനെ താഴെ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്നൊരു കണ്ടെയ്നർ കാണുമല്ലോ. തിരക്കൊന്നും ഇല്ലെങ്കിൽ ഈവനിങ് റൈഡ് അടിക്കാൻ നൈസാണ്. ഈ ഒരു ടൈമൊക്കെ നമുക്കിങ്ങനെ ചില്ല് ചെയ്ത് പോയിട്ട് വരാം, തിരക്കില്ലെങ്കിൽ മാത്രം. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇറങ്ങുന്നതിനനുസരിച്ച് തിരക്ക് കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനൊക്കെ നല്ല സുഖമായിരിക്കും. റോഡിലൊന്നും വേറെ വണ്ടികളൊന്നും കാണത്തില്ല. ഈവനിങ് എന്തൊക്കെ പറഞ്ഞാലും കണ്ടില്ലേ, ട്രാഫിക് ഉണ്ട്, തീരെ ഇല്ലെന്നും നമുക്ക് പറയാനൊക്കെ ഇല്ല. ഈ ഒരു ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ് വണ്ടി ഓടിക്കുക. എനിക്ക് ഇങ്ങനൊരു, പക്ഷേ ഈ ലൈറ്റിംഗ് ഒന്നും നമുക്ക് അധികം നേരം കിട്ടത്തില്ല, അല്ലെങ്കിൽ മഴക്കോളൊക്കെ ആയിരിക്കണം. ഈ ഒരു ലൈറ്റിങ്ങും ഈ ഒരു കാലാവസ്ഥയും
റൂട്ട് മോശമല്ല, നമ്മൾ കുറച്ച് വരെ പോയുള്ളൂ, നമ്മൾ പൂനെ വരെ ഒന്നും പോയില്ല. എല്ലാവരും പറയുന്നത് ഈ പൂനെ മുംബൈ റൂട്ട്, അങ്ങനെ കുറേ റൂട്ടുണ്ട്. പൂനെ മുംബൈ ഗോവ റൂട്ട്, പൂനെ ഗോവ റൂട്ട്, ആ റൂട്ടെല്ലാം അടിപൊളിയാണ്. മെയിൻലി ഇങ്ങനത്തെ സീനിക് റൂട്ടിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നല്ല റോഡ്, അത്യാവശ്യം വീതിയുള്ള റോഡും അതേപോലെ നല്ല വ്യൂവും ഒക്കെ ആയിട്ട്. അങ്ങനെ സൂര്യൻ അങ്ങനെ പതുക്കെ താന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കളർ കാണുമ്പോൾ പറയാം നല്ല ഭംഗിയുണ്ട്. സൂര്യനെ ചെറുതായിട്ട് കാണാം, മരങ്ങൾ നിൽക്കുന്നുണ്ട്. കണ്ടോ സൂര്യൻ നല്ല കളറിലായിട്ട്, നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നു. നല്ല കറക്റ്റ് സർക്കിളിൽ. ആഹാ, ഗോപ്രോ കിട്ടുമെന്ന് അറിയില്ല. അവിടെ കുറേ വിൻഡ് മില്ലും ഉണ്ട്. പൊളി. ഈ ലൈറ്റിങ്ങിൽ വണ്ടിയുടെ കോക്പിറ്റൊക്കെ നോക്കാൻ നല്ല രസമുണ്ട്. ഫുള്ള് ആ കറുപ്പൊക്കെ നല്ലോണം എടുത്തറിയും. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ എനിക്ക് 310 വന്ന് ടെസ്റ്റ് റൈഡ് അടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഒരു ലുക്ക്, ഈ ഒരു ഫീലാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു, നമ്മളെന്തോ വലിയൊരു വണ്ടിക്കകത്തിരിക്കുന്ന പോലെ. അത് വളരെ ഇപ്പം നമ്മൾ R15 അങ്ങനെയായിരുന്നു. R15 പ്രത്യേകിച്ച് പഴയ ജനറേഷൻ R15 ഓടിച്ചവർക്കറിയാം. പഴയ ഫേസർ അങ്ങനെയുള്ള വണ്ടിക്കൊക്കെ നല്ല ബൾക്കിയാണ് നമ്മുടെ ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ എന്തോ ഒരു വലിയൊരു കാര്യത്തിനകത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടും. നമുക്കിങ്ങനെ നോക്കും, എപ്പോഴേ നോക്കിയിരിക്കണം എന്നല്ല, എന്നാലും ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. ഇപ്പോൾ നിഞ്ച 300 കുറേയൊക്കെ ഓക്കെയാണ്, നൈസാണ്. അതേപോലെ ഞാൻ പറഞ്ഞല്ലേ പഴയ ഫേസറൊക്കെ നല്ല ബൾക്കി ആയിരുന്നു ഫ്രണ്ട്. പഴയ R15 V2 ആണ്. V2 ഒക്കെ നല്ല ബൾക്കി ആയിരുന്നു. V3യേക്കാളിലൊക്കെ ബൾക്കി ആയിരുന്നു V2 ഒക്കെ. ഇത് അതുപോലെയാണ്, നല്ല ബൾക്കി ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു പ്രത്യേക ഫീലാണ്. അതേപോലെ ഇപ്പം വണ്ടിക്കകത്ത് ഫ്യൂവല് ഇനി 3 ഓട്ടോടെ ഉണ്ട്. അടിക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേനും ഇനിയും ചിലപ്പോൾ 2 കട്ടയാവുമായിരിക്കും. അവിടെ ഷെല്ല് തൊട്ടടുത്തുള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അടിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ സൺറൈസിൻ്റെ സൺസെറ്റിൻ്റെ ഒക്കെ ടൈമിൽ നമ്മൾ ഗോപ്രോയിൽ എടുക്കുന്ന വിഷ്വൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മെയിൻലി ആ കളർ ഗ്രേഡിങ്ങിൻ്റെ ആയിരിക്കണം, നല്ല കളർ ഗ്രേഡിംഗ് ഒക്കെ ആയിട്ട്. അത് വെച്ചാൽ നാച്ചുറൽ കളറിലും പിന്നെ ഗോപ്രോയുടെ ആ ഒരു ടോണിങ് ഒക്കെ കൊണ്ട് നല്ല ഭംഗിയാണത് കാണാൻ. ഓൾമോസ്റ്റ് 6:30 ആവുന്നു, 6:20 കഴിഞ്ഞ്. റോഡിൽ തിരക്കായി വരുന്നു. അത് മീൻസ് ഇത്ര നേരം പോയത് പക്ക ഹൈവേ ആണ്. ഇതിപ്പോൾ ഒരു ടൗണിലോട്ട് കയറുവാണ്, അതിൻ്റെ ഒരു തിരക്കുണ്ട്, ചെറിയൊരു തിരക്ക്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കണ്ണും പൂട്ടി അങ്ങനെ കൈ കൊടുത്ത് പോകാൻ പറ്റത്തില്ല. മനുഷ്യർ തന്നെ ചാടും. ഈ വേലിയുടെ മേളിൽ കൂടെ ഒക്കെ ആൾക്കാർ കയറുന്നതാണ് ചില സമയത്ത്. എന്തിനാണോ എന്തോ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ റോങ് സൈഡിൽ ഇഷ്ടം പോലെ വണ്ടികൾ വരും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഏരിയയിൽ. നമ്മൾ വിചാരിക്കുന്നത് എന്താന്ന്
അവർ ജസ്റ്റ് ഒരു 100 മീറ്റർ പോലും കാണത്തില്ല ഒരു യൂ ടേൺ എടുക്കാൻ. അവരെന്നിട്ട് ഇതിൻ്റെ അകത്തോടെ കയറാൻ നോക്കും. ബാംഗ്ലൂരിനെ സംബന്ധിച്ച് നോക്കുമ്പം ഇത് അത്ര വലിയൊരു സിറ്റി അല്ല. തിരക്കൊക്കെ ഉണ്ട്, എന്നാലും അത്ര വലിയൊരു സിറ്റി അല്ല. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയത് ഇതാണ്, നമുക്കിവിടെ ഇഷ്ടം പോലെ കുറച്ചുകൂടെ നമുക്ക് അത്രയും ക്രൗഡ് കുറവുണ്ട്. കുറേയൊക്കെ മരങ്ങളുണ്ട്, ആ ഒരു ഗ്രീനറിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ശ്വാസം മുട്ടൽ കുറവുള്ളെന്ന് തോന്നും. മേ ബി പൊല്യൂഷൻ കുറവുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കണം. ഇവിടെ ഇങ്ങനെ കുറേ ഏരിയകളുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ 2 സൈഡും മരങ്ങളൊക്കെ ആയിട്ട് ചെറിയ റോഡ്, ഭയങ്കര നല്ല ഏസ്തറ്റിക്കായിട്ടുള്ള വഴികൾ. ഏസ്തറ്റിക് എന്ന് തന്നെ പറയാം, കാരണം നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല ലുക്കായിരിക്കും ആ ഫോട്ടോ. അങ്ങനത്തെ കുറച്ച് വഴികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. വരുന്ന വീഡിയോയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഞാൻ പറ്റുമെങ്കിൽ കാണിക്കാം. നമ്മളേതായാലും ഷെല്ലിൽ പോകുന്ന വിചാരിക്കുന്നുണ്ട്. സോ നമ്മൾ ഷെല്ലിലെത്തി. നിങ്ങൾ ബാംഗ്ലൂരൊക്കെ കർണാടകയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നോക്കിയാൽ മതി, ഒട്ടുമിക്ക ഷെല്ലിലും ഈ ഒരു പോയിന്റ് ഷെൽ സെലക്ട് എന്നൊക്കെ പറഞ്ഞുണ്ട്. ചുമ്മാ വണ്ടി ഓടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വരിക, പെട്രോൾ അടിക്കുക, വല്ലതും കാപ്പി വല്ലതും കുടിക്കുക, തിരിച്ചു പോവുക. അപ്പം ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.